നിലവിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന താരിഫ് വർധനയിൽ വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും തുടരുകയാണ്. താരിഫ് വർധനവും പ്രതികാര താരിഫും ചൈന US പ്രശ്നം കൂടുതൽ വ്യാപിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച US കാർഷിക ഇറക്കുമതികൾക്ക് സ്വന്തം നികുതി ചുമത്തുന്നതിനുള്ള പ്രതികാര നടപടികളുമായി ചൈനക്കാർ വന്നതോടെ പിന്നീട് USുമായി നടന്നത് കനത്ത പോരാട്ടങ്ങളായിരുന്നു. ഇതിനിടയിൽ കാനഡയിലെയും മെക്സിക്കോയിലെയും നേതാക്കൾ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച് അവരുടെ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിനുള്ള പരിഹാരങ്ങൾ തേടി. ഇതോടെ അവർ USന്റെ പിടിയിൽ നിന്നും സുരക്ഷിതരായി. എന്നാൽ ചൈനീസ് പ്രസിഡന്റിന് സമാനമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. അമേരിക്കയുടെ അടുത്ത പങ്കാളികളിൽ നിന്നും അയൽക്കാരിൽ നിന്നും വ്യത്യസ്തമായി USുമായി വ്യാപാര സങ്കേത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബീജിംഗ് ട്രംപിന്റെ രണ്ടാം ടേമിൽ വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എല്ലാ ചർച്ചകളും തുല്യനിലയിൽ നടത്തണമെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ചൈനീസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനമെടുക്കും, എങ്ങനെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ ട്രംപ് അധികാരമേറ്റതിന് ശേഷം 20% ഉയർന്ന US താരിഫുകൾക്കുള്ള തയ്യാറെടുപ്പുകളും ചൈന നടത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സംഭവിച്ചതുപോലെ ഇത് അപ്രതീക്ഷിതമായി. കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ പ്രധാന കാർഷിക ഇറക്കുമതികൾക്കും മറ്റും സ്വന്തം നികുതി ചുമത്തിക്കൊണ്ട് പ്രതികാര നടപടികളുമായി ചൈനക്കാർ ആഞ്ഞടിച്ചു. വാഷിംഗ്ടൺ തീരുവ വർദ്ധിക്കുമ്പോൾ പ്രതികാരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്ന് ബീജിംഗ് വ്യക്തമാക്കി. എന്നാൽ ബീജിംഗ് ചർച്ചകൾക്ക് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ചർച്ചകൾക്കോ കരുണയ്ക്കോ വേണ്ടിയുള്ള യാചനയായി ഒരിക്കലും കാണില്ല എന്നാണ് അറിയിച്ചത്. അതേസമയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ പ്രാദേശിക ആഗോള വേദികളിൽ ഒരു വലിയ ശക്തിയാവാൻ ചൈന ആഗ്രഹിച്ചിരുന്നു, പ്രത്യേകിച്ചും അമേരിക്കയുടെ ശ്രദ്ധ നേടിയെടുക്കാൻ. കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയെ സമ്പന്നവും ശക്തവുമാക്കിയതിന്റെ തെളിവായി ഇത് തുടരാമെന്നാണ് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 4 ഏർപ്പെടുത്തിയ 10% പുറമെ കഴിഞ്ഞയാഴ്ച US 10% കൂടി തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ മറുപടി നൽകി. അത് US ആഗ്രഹിക്കുന്നത് യുദ്ധമാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകാം. അതിപ്പോൾ താരിഫ് യുദ്ധമായാലും വ്യാപാര യുദ്ധമായാലും കുഴപ്പമില്ല, അവസാനം വരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു ചൈന വെല്ലുവിളിച്ചത്. കൂടാതെ 2018 ട്രംപ് ചൈനയുമായുള്ള തന്റെ ആദ്യ വ്യാപാര യുദ്ധം ആരംഭിച്ചപ്പോഴും പ്രത്യാക്രമണ നടപടികൾ സ്വീകരിക്കാൻ ചൈന തയ്യാറായിരുന്നു. അതിനുശേഷമാണ് ബീജിംഗിലെ നേതാക്കൾ താരിഫുകൾ, ഇറക്കുമതി നിയന്ത്രണങ്ങൾ, കയറ്റുമതി നിയന്ത്രണം, ഉപരോധങ്ങൾ, നിയന്ത്രണ അവലോകനങ്ങൾ എന്നിവ കമ്പനികൾ ചൈനയിൽ ബിസിനസ് ചെയ്യുന്നത് പരിമിതപ്പെടുത്തുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത്. കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ഇരട്ടിയാക്കൽ നടപടിക്കെതിരെ വേഗത്തിൽ പ്രതികരിക്കാൻ ചൈനീസ് സർക്കാരിന് ഇത് സാധ്യമായിരുന്നു. നിരവധി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ നികുതി ചുമത്തുക, US തടി ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ USുമായുള്ള സഹകരണത്തെ ചൈന സ്വാഗതം ചെയ്യുന്നുവെന്നും, എന്നാൽ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് തുടർന്നാൽ ചൈന ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതേസമയം ട്രംപിന്റെ ഞെട്ടിക്കുന്ന തന്ത്രങ്ങളിൽ ഇത്തവണ ചൈനക്കാർ മാനസികമായി ഞെട്ടിയിട്ടില്ല എന്നാണ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ചൈനീസ് ബിസിനസ് ആൻഡ് എക്കണോമിക്സിലെ ട്രസ്റ്റി ചെയർകോട്ട് കെനഡി വ്യക്തമാക്കുന്നത്. കാരണം മറ്റ് രാജ്യങ്ങൾ പരിഹാര മാർഗങ്ങൾ തേടുമ്പോൾ ചൈന മൗനം പാലിച്ചത് ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണോ എന്ന ആശങ്കയും US പ്രകടിപ്പിച്ചു.